ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു ബ്ലൂബെറി മഫിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലൂബെറി മഫിൻ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം കേട്ടോ. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ബ്ലൂബെറി മഫിൻ റെഡിയാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 കപ്പ് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓൾ പർപ്പസ് ഫ്ലോർ, അതൊരു 1 കപ്പും പിന്നെ ഒരു 1/3 കപ്പും. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, ഒരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, പിന്നെ ഓയിൽ ഒരു 6 ടേബിൾ സ്പൂൺ, ഒരു മുട്ട, പാല് അതുപോലെ തന്നെ ഒരു 1/3 കപ്പ്, പിന്നെ വിനീഗർ ഒരു 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/3 കപ്പ് ഫ്രഷ് മിൽക്ക്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു ബട്ടർ മിൽക്ക് ആയിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനീഗർ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ലാസ്റ്റ് നമുക്ക് എല്ലാ മിക്സിങ്ങും കഴിയുന്ന സമയത്ത് നമുക്കിത് ആഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആയി കിട്ടും. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പും പിന്നെ ഒരു 1/3 കപ്പും ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു നുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്ലൂബെറിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 1/4 കപ്പ് ബ്ലൂബെറിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒത്തിരി ഇങ്ങനെ ബ്ലൂബെറി ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ ഇങ്ങനെ കുഴഞ്ഞൊന്നും പോവാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര തന്നെ മതി, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കനോല ഓയിലാണ്. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഏതാ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാം. ഇപ്പോൾ 6 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ് ആണ്. 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു മുട്ട. നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഓയില്, പഞ്ചസാര, മുട്ട, വാനില എസൻസ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മഫിൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഒരു വിസ്കോ അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ടായാലും നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്ലൂബെറി മിക്സ് കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മിക്സ് ഇട്ട് കൊടുത്തു, നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഫോൾഡ് ചെയ്യുക. ടൈറ്റ് ആവുന്നതനുസരിച്ച് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അതായത് പാലിൽ നമ്മൾ വിനീഗർ ചേർത്ത് മാറ്റി വെച്ചിരുന്നല്ലോ, അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിൻ്റെ ഒരു പകുതി ഒഴിച്ചു കൊടുക്കുകയാണ്. ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ബ്ലൂബെറീസ് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കുഴപ്പമില്ല പൊട്ടിപ്പോയാലും, എന്നാലും അങ്ങനെ ശ്രദ്ധിക്കുക. നമുക്ക് ബാക്കി ഈ മിക്സും കൂടെ ഇട്ട് കൊടുക്കാം.
ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തു. നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള നമ്മുടെ ഈ ബട്ടർ മിൽക്കും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതുപോലെ ഒരു മഫിൻ ട്രേ എടുക്കാം. അതിലേക്ക് ഇതുപോലെ പേപ്പർ കപ്സ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഓയിലോ അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. ഒരു 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മഫിൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു 1/4 ഭാഗത്തോളം ഈ ഫില്ലിങ് വെച്ച് കൊടുക്കണം. നമ്മൾ കപ്പ് കേക്കിനൊക്കെ നമ്മളൊരു പകുതി ഭാഗമല്ലേ വെക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ മഫിൻ ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഒരു 1/4 ഭാഗത്തോളം തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ എല്ലാം നമുക്കിതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മോൾഡിലേക്ക് നമ്മുടെ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കൊരു 20 to 30 മിനിറ്റ്സ് ഒരു 200 ഡിഗ്രിയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ടൈം ചിലപ്പോൾ ഓരോരുടെ ഓവൻ അനുസരിച്ച് കുറച്ച് വ്യത്യാസം വരാം. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. നമ്മുടെ മഫിൻസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്